ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ്. നമ്മൾ പഴയ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഒരു അടിപൊളി ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വളരെ സിമ്പിളായിട്ട് തന്നെ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പം ഇതിനുവേണ്ടി ആദ്യം ഞാൻ എടുത്തേക്കുന്നത് പഴയൊരു ഐസ്ക്രീം ബോട്ടിലാണ്. അപ്പം നിങ്ങൾക്ക് വലിയ ബോട്ടിലാണ് ആവശ്യമെങ്കിൽ വലിയ ബോട്ടിൽ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിഭാഗം കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തു നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ലൂസാവല്ലേ, ഒരു മീഡിയം കട്ടിക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലോട്ടൊരു കോട്ടൺ തുണി നല്ലവണ്ണം ആ സിമെൻറ്റിലോട്ടിട്ട് മുക്കി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സിമെൻറ്റിൽ നല്ലവണ്ണം കോട്ടൺ തുണി മുക്കിയെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബോട്ടിലിൻ്റെ പുറത്ത് സൈഡ് നല്ലവണ്ണം ചുറ്റി കെട്ടുക. അപ്പോൾ ഏകദേശം തുണി ഒരു ലെയറോ അല്ലെങ്കിൽ 2 ലെയറോ മതിയാകും. നമ്മുടെ ബോട്ടിലിൻ്റെ സൈസ് അനുസരിച്ച് 1-2 ലെയർ വേണമെങ്കിൽ ചുറ്റി കെട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് നമുക്കതിനെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഏകദേശം ഒരു ദിവസം കഴിയുമ്പോൾ നല്ലോണം ഉണങ്ങി കിട്ടും. അപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ സിമൻറ്റ് ഒരു മീഡിയം കട്ടിക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. സിമൻറ്റ് മാത്രമാണ്, സിമൻറ്റും വെള്ളവും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബോട്ടിലിൻ്റെ പുറത്ത് സൈഡ് നല്ലവണ്ണം കോരി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ചെറിയ കരണ്ടിയോ കൈ കൊണ്ടോ നല്ലവണ്ണം കോരി ഒട്ടിച്ചു കൊടുത്ത് ഒരു മീഡിയം കട്ടി വേണം, ഒരു 1 ഇഞ്ച് കനവെങ്കിലും കിട്ടത്തക്ക രീതിയിൽ നല്ലവണ്ണം സിമൻറ്റ് തേച്ച് ആ ബോട്ടിലിൻ്റെ പുറത്ത് എല്ലാ സൈഡും പറ്റത്തക്ക രീതിയിൽ നല്ലവണ്ണം തേച്ചെടുക്കുക. ഇനി അടുത്തായി നല്ലവണ്ണം ഏകദേശം നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സിമൻറ്റ്. ഒരുപാട് കനം കുറഞ്ഞു പോയല്ല, നല്ല കനം കിട്ടത്തക്ക രീതിയിൽ തന്നെ തേച്ചെടുക്കുക. അത് കഴിഞ്ഞടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മണലാണ്. ഇപ്പം നല്ല തരിയൊക്കെ ഒരുപാടില്ലാത്ത മണൽ നൈസ് കനത്തിന് അരിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ബോട്ടിൽ തിരിച്ച് വെച്ച് അതിനകത്തോട്ട് നല്ലോണം നിറച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ റൗണ്ട് ഭാഗം, വീതി കൂടുതലുള്ള ഭാഗം മോൾ സൈഡിലോട്ട് വെച്ച് അതിനകത്ത് മണൽ നല്ലോണം നിറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലോട്ട് ഒരു തടുപ്പിന് ശകലോടെ പൊക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മോൾ സൈഡിലും കൂടെ സിമൻറ്റ് ഇതേ കണക്ക് നല്ലോണം ലൂസിന് മിക്സ് ചെയ്ത് നമുക്ക് തേച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം കരണ്ടി കൊണ്ട് നല്ലോണം തേച്ചെടുക്കുക. അപ്പോൾ ഇത് സ്റ്റെപ്പായിട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. കാരണം പെട്ടെന്ന് ഒറ്റ ലെയറിൽ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കനം കിട്ടണമെന്നില്ല. അപ്പം കുറേശ്ശെ ഉണങ്ങുന്നതിനനുസരിച്ച് കുറേശ്ശെ തേച്ച് പിടിപ്പിച്ച് നമുക്ക് എത്ര കനമാണോ ആവശ്യമുള്ളത് ആ ഒരു കനത്തിന് തേച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഉണങ്ങുന്നതിനനുസരിച്ച് മുകൾ ഭാഗവും അതിൻ്റെ അടിഭാഗവും ആ സെൻറ്റർ ഭാഗമൊക്കെ ഇച്ചിരി കൂടെ കനം കൂട്ടി എടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10-15 മണിക്കൂർ കഴിയാൻ നേരത്ത് അത് ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് നല്ല ഉണങ്ങുന്നതിന് മുമ്പ് ഒരു 15 മണിക്കൂർ കഴിയപ്പോൾ തന്നെ നമ്മൾ പിടിച്ചൊക്കെ പറയാം, ചെറിയൊരു നനവ് വേണം. നമുക്കതിനെ ചെറിയ കത്തി ഉപയോഗിച്ച് ഒന്ന് ചുരണ്ടി നല്ലവണ്ണം വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ വലിയ തടുപ്പൊക്കെ കാണുന്നത് ചെറിയ കത്തിയോ മറ്റെന്തെങ്കിലും കൊണ്ട് നല്ലവണ്ണം ഒന്ന് കട്ട് ചെയ്ത് അതിനൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ തേച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരേ കനം എല്ലാ സൈഡിലും കിട്ടത്തില്ല, ഒരേ ഷേപ്പും കിട്ടത്തില്ല. അത് കഴിഞ്ഞ് കത്തി കൊണ്ടെല്ലാം ഒന്ന് ആ തടുപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് 80-ൻ്റെ സാൻഡ് പേപ്പറും കുറച്ച് വെള്ളവും കൂടെ ഉപയോഗിച്ച് നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കാം. അപ്പം 80-ൻ്റെ സാൻഡ് പേപ്പർ അപ്പോൾ ഒരുവിധപ്പെട്ട തടുപ്പെല്ലാം പെട്ടെന്ന് പോയി കിട്ടും. വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ പേപ്പർ ഇടാൻ നേരത്തെ അതിൻ്റെ അടി സൈഡും എല്ലാം നല്ല ക്ലിയർ ചെയ്ത് തന്നെ എല്ലാ സൈഡും നല്ല വൃത്തിയായിട്ട് നല്ല ഫിനിഷായിട്ട് കിട്ടത്തക്ക രീതിയിൽ നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കുക. ഇപ്പോൾ പേപ്പറെല്ലാം ചെയ്ത് തീർന്നിട്ട് ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച്
ഡിസൈനൊക്കെ ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ നല്ല പേപ്പറിട്ട് ഇതേ കണക്ക് ഒരുവിധം നല്ല തടുപ്പെല്ലാം മാറ്റിയെടുത്തിട്ട് നമുക്കത് ഉണങ്ങാൻ വേണ്ടി വയ്ക്കുക. ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ പേപ്പറിടാൻ നേരത്ത് നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ എന്നിട്ട് ഇത് കളർ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്ത് കുറച്ച് വരകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഒരു ആണി എടുത്ത് നല്ലവണ്ണം വരച്ചു കൊടുക്കുക. വേറെ ഷേപ്പൊന്നുമില്ല, നമുക്ക് തോന്നുന്ന കണക്ക് നല്ല സ്ക്രാച്ച് ചെയ്ത് അങ്ങ് വിടുക. അപ്പോൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വെള്ളത്തിൻ്റെ ഈർപ്പത്തിൽ നല്ലവണ്ണം സ്ക്രാച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക, സ്ക്രാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതേ കണക്ക് എല്ലാം നല്ല സ്ക്രാച്ച് ചെയ്ത് എടുത്തതാണ്. അത് നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ആ കുഴു ഭാഗം നല്ലവണ്ണം വര തെളിയാനുണ്ടെങ്കിൽ ആണി കൊണ്ട് ആ ഉണങ്ങിയതിന് ശേഷം കൂടെ ഒന്ന് നല്ലവണ്ണം തെളിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കതിനെ തിരിച്ചു വെച്ച് അതിൻ്റെ മുകൾ സൈഡിലെ ആ കുഴു ഭാഗമൊക്കെ ഒന്ന് വൈറ്റ് സിമൻറ്റ് ഉപയോഗിച്ച് നല്ലവണ്ണം തേച്ച് കൊടുക്കുക. ഇപ്പോൾ വൈറ്റ് സിമൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ചെറിയ ഹോൾസൊക്കെ വരും, അതൊക്കെ ഒന്ന് വൈറ്റ് സിമൻറ്റ് ഉപയോഗിച്ച് ഒന്ന് അടച്ചു കൊടുക്കുക. ബാക്കി വരുന്ന വൈറ്റ് സിമൻറ്റ് എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് അതിൻ്റെ അടിസൈഡും കൂടെ അകത്തെ സൈഡിൽ ആ സിമൻറ്റിൻ്റെ പാടൊക്കെ ഒന്ന് പോകാൻ വേണ്ടി പോട്ട് കാണാൻ ഇച്ചിരി കൂടെ വൃത്തിയായിരിക്കും, അവിടെയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം കറക്കിയെടുക്കുക. അപ്പോൾ കറക്കിയെടുത്ത് അത് ഒരു ദിവസത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ പുറത്ത് പുരട്ടിയിരിക്കുന്ന വൈറ്റ് സിമൻറ്റ് എല്ലാം നല്ലവണ്ണം പേപ്പർ ചെയ്തും കൂടെ എടുക്കാം. വൈറ്റ് സിമൻ്റ് എല്ലാം പേപ്പർ ചെയ്ത് തീർന്നിട്ട് ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് വിട്ടേക്കുന്ന അതിൻ്റെ പുറത്തുകൂടെ നല്ലവണ്ണം പേപ്പർ ഉപയോഗിച്ച് നല്ല അമർത്തി തന്നെ നല്ലവണ്ണം പേപ്പർ ഇട്ടെടുക്കുക. അപ്പോൾ ആ സ്ക്രാച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ചെറിയ തടുപ്പും എല്ലാം നല്ല പരന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ കളറും കൂടി ചെയ്യുമ്പോൾ കാണാൻ നല്ലൊരു വൃത്തിയായിരിക്കും. അപ്പോൾ അതേ കണക്ക് പേപ്പർ മൊത്തത്തിൽ ഒന്ന് നല്ലവണ്ണം അമർത്തി എംബേൻ്റെ പേപ്പർ ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം പേപ്പർ ചെയ്തെടുത്ത് അതിന് മൊത്തത്തിലൊന്ന് പൊടിയൊന്നും കാണാത്ത രീതിയിൽ നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കി എടുക്കാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ ഏകദേശമുള്ള വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കാൻ വേണ്ടി ആദ്യം ഇതിൽ ബേസിക് കോട്ടായിട്ട് അടിക്കുന്നത് ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് കളറാണ്. അപ്പോൾ അത് മൊത്തത്തിൽ അക സൈഡ് വിട്ടിട്ട് അതിൻ്റെ വെളി സൈഡും അടി സൈഡും മൊത്തം ഒന്ന് ഒരു കോട്ട് ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് പെയിൻറ്റും കൂടെ ടച്ച് ചെയ്തെടുക്കാം. ബ്ലാക്ക് കളർ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ലോണം ഒന്ന് ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബാൻസീനെയും ആക്രിലിക്കിൻ്റെ തന്നെ ബാൻസീനെയും പിന്നെ ആക്രിലിക്കിൻ്റെ റെഡും കൂടെ തുല്യ അളവിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് വലിയ ബ്രഷോ അല്ലെങ്കിൽ സ്പോഞ്ചോ ഉപയോഗിച്ച് ഓട്ടിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് കുഴു ഭാഗത്ത് വരുന്ന കറുപ്പ് കളർ അതേ കണക്ക് തന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കണം. അതിൻ്റെ പുറത്തെ സൈഡ് ഓട്ടിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പോട്ട് കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ ഇത് കണക്ക് മൊത്തത്തിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ട് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മോൾ സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് തന്നെ അങ്ങനെ നിന്നാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മോൾ സൈഡിൽ ഒരു കോട്ട് വൈറ്റ് കളറും കൂടെ അതിൻ്റെ മോൾ സൈഡിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആ റൗണ്ട് ഷേപ്പിൽ. അപ്പോൾ ഇങ്ങനെ കളറെല്ലാം ചെയ്ത് കൊടുത്ത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് ക്ലിയർ വാർണിഷും കൂടെ അടിച്ചു കൊടുത്താൽ നമ്മുടെ പോട്ട് കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.